കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം 2026 പുതിയവിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയവിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ അജിത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല പരിപാടികൾ അവതരിപ്പിക്കുന്ന നല്ലവണ്ണം ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും? സമ്മാനങ്ങൾ നൽകും. അടുത്ത വർഷം ആദ്യം മുതൽ നിങ്ങൾക്ക് പ്രത്യേക പരിശീലന ക്ലാസുകൾ നടന്നു. ജൂൺ മാസം മുതലായിട്ട് ക്ലാസ് ഉണ്ടാവും. അതിനൊരു അധ്യാപികയുടെ ചുമതല ഉണ്ടാകും, പഞ്ചായത്തിലുള്ള ചുമതല ഉണ്ടാകും. വലിയ പരിപാടിയായിട്ട് നമ്മുടെ കണ്ടല്ലൂർ പഞ്ചായത്തിൽ നിന്ന് മാറുകയാണ്. വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ NCC-കാർ വന്നിന്ന് പാട്ടുപാടിയില്ലേ? സ്റ്റുഡൻസ് കേരറ്റ് വന്നിന്ന് പാട്ടുപാടിയില്ലേ? NSS എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി യൂണിറ്റ് ഉണ്ട്. അതേപോലെ നമ്മള് വിദ്യാർത്ഥി ഹരിത സേന എന്ന് പറയുന്ന ഒരെണ്ണം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകും. എന്നിട്ട് നിങ്ങളെ അതിന്റെ ഭാഗമാക്കി മാറ്റും. ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതെങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച്. ഞങ്ങൾ ആദ്യത്തെ ഒരു സാഗര സംഘ രൂപീകരണത്തിന് മുമ്പ് മുകുന്ദവിലാസം പുതിയവിള ഗവൺമെന്റ് LPS, അതേപോലെ തന്നെ പുതിയവിള UPS, മാടമ്പല കൊപ്പാറേത്ത് ഹൈസ്കൂൾ, ഇവിടുത്തെ കുട്ടികളുടെ അധ്യാപകരുടെ പ്രധാന അധ്യാപകരുടെ ഒരു യോഗം ഞങ്ങൾ വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വെച്ച് ഇതിങ്ങനെ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തു. അതിനുവേണ്ടി ഒരു സ്വാഗത സംഘം വിളിച്ചു ഇവിടെ കൊപ്പാറേത്ത് സ്കൂളിൽ വെച്ച്. എങ്ങനെ നടത്തുമെന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവരുടെയും മനസ്സിൽ അവ്യക്തതയായി. കുറച്ചു നേരം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ അധ്യാപകരുടെയും PTA പ്രവർത്തകരുടെയും മനസ്സിലുണ്ടായി. സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് നിങ്ങൾ ചെയ്തത്. സ്കൂൾ ഹെഡ് മിസ്സസ് R. ദീപ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ ബിനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. സുരേന്ദ്രബാബു, തയ്യിൽ പ്രസന്നകുമാരി, S. രാജേഷ്, രശ്മി RS, N. രാജഗോപാൽ, ബിന്ദു, പൊന്നി, റീന ഉദയൻ, രാഹുൽ കവിരാജ്, സ്കൂൾ മാനേജർ P. ചന്ദ്രമോഹൻ, PTA പ്രസിഡന്റ് C. ഹരികുമാർ, മാതൃസംഗമം പ്രസിഡന്റ് N. ലാലമ്മ, ഇംപ്ലിമെന്റിംഗ് ഓഫീസറും പുതിയവിള ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്സസുമായ വസന്തകുമാരി, കില ജില്ലാ കോർഡിനേറ്റർ ഉണ്ണിത്താൻ, BRC കോർഡിനേറ്റർ V. അനിൽ ബോസ്, പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ സിന്ധു സദാശിവൻ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് A. ഷൈനി നന്ദി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പാഴ്വസ്തുക്കളിൽ നിന്നും തയ്യാറാക്കിയ വിവിധ വസ്തുക്കളുടെ പ്രദർശന സ്റ്റാളുകൾ പഠനോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. NRPM ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക സുമതിക്കുട്ടിയമ്മ പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച മനോഹരമായ കൗതുക വസ്തുക്കളുടെ പ്രദർശനവും നടത്തി. തുടർന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കുട്ടികൾ തയ്യാറാക്കിയ വിവിധ പ്രൊജക്ടുകളുടെ അവതരണം എന്നിവയും നടത്തി. പങ്കെടുത്ത സ്കൂളുകളിലെ ശുചിത്വ സേനാംഗങ്ങളായ 46 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം എക്കോസെൻസ് സ്കോളർഷിപ്പ്, മൊമന്റോ, പ്രശസ്തി പത്രം എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.